കിലോഗ്രാമിന് 123 രൂപയെങ്കിലും ഈടാക്കിയില്ലെങ്കിൽ കോഴിയിറച്ചി വിൽക്കാനാവില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. 87 രൂപയ്ക്ക് വിൽക്കണമെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നിലപാട് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. തമിഴ്നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് 110 രൂപയ്ക്കാണ്. 123 തന്നെയെങ്കിലും ഇന്ന് കേരളത്തിൽ കടയിൽ കൊടുക്കാൻ കഴിഞ്ഞാലോ ഇത് കൊടുക്കുന്ന ആളുകൾക്കും വെട്ടിക്കൊടുക്കുന്ന ആളുകൾക്കും കുടുംബം ജീവിക്കാൻ ആവശ്യമായുള്ള ഒരു ചെറിയ സംഖ്യ കിട്ടും. അപ്പോൾ അത് ഗവൺമെന്റിന് അറിയില്ല, ഈ നമ്മളെ വകുപ്പ് മന്ത്രി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ജനങ്ങളെ ഇറക്കിവിട്ട് നാട്ടിലെ സമാധാനം തകർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ പറഞ്ഞു. ഇതിനെ ചെറുക്കും. 87 കാലഘട്ടം കഴിഞ്ഞ് ഇത് കാലഘട്ടം മാറിയിട്ടുണ്ട്. ചെറുപ്പക്കാരായി SFIയിൽ KSയിൽ ഒക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് കച്ചവട രംഗത്തുള്ളത്. ഓരതിന് നേരിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങൾ 200 രൂപയ്ക്ക് മുകളിലാണ് കോഴിയിറച്ചി വിൽപ്പന നടത്തുന്നതെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. പ്രശ്നപരിഹാരത്തിനായി നാളെ ആലപ്പുഴയിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വ്യാപാരികൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.